ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മോളൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. അത്യാവശ്യം നല്ല വെയിലും ചൂടും ഒക്കെ ആയി. ഇനിയിപ്പോൾ എന്നാ പറയുന്നത്, ചൂട് സമയത്ത് ഇത്ര മണി വരെ എന്നൊക്കെ ആകും, അതേ പൂണൊക്കെ ചൂടായി. നമ്മുടെ ഇവിടെ ഇത്രയും ചൂടാണെങ്കിലും നാട്ടുമ്പുറത്തൊക്കെ എന്നായിരിക്കും അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എപ്പം വിളിച്ചാലും അമ്മുവാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് ഭയങ്കര ചൂടാന്ന്, സഹിക്കാൻ പറ്റത്തില്ല ചൂടാന്ന്. അപ്പം വേനൽക്കാലം കിടക്കുന്നേ ഉള്ളൂ അല്ലേ? ഫെബ്രുവരി അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. ഇനി കിടക്കുന്നു മാർച്ച് ഏപ്രിൽ മെയ്. എൻ്റെ ദൈവമേ, ഈ നമുക്ക് താങ്ങാനുള്ള ഒരു ഇതൊക്കെ പ്രകൃതി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഈ തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങിയതുകൊണ്ടാണ് കേട്ടോ. അല്ല പരിക്കാത്ത തന്നെ ഞാൻ അങ്ങനെ അങ്ങ് ഇരിക്കുമ്പോഴത്തേനേ, ഇപ്പം നമ്മൾ 3-4 വർഷമായല്ലോ കടയിൽ പോക്കൊക്കെ നിർത്തിയിട്ട്. അപ്പം നമ്മൾ പരിക്കാത്ത തന്നെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ അത്രയും ചൂടും അത്ര വലിയ കാര്യങ്ങൾ അറിയുന്നില്ല. അഥവാ ചൂടെടുത്താൽ അന്നേരം ഓടിപ്പോയി ഫാൻ എടുത്തു, അതിൻ്റെ കീഴിൽ തന്നെ നമ്മൾ ഇരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ലായിരുന്നു. ഇപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. എന്തായാലും എന്നാ ചെയ്യാനാ, പക്ഷെ നമുക്ക് ജോലി ചെയ്താലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ആരുടെയും മുമ്പിൽ കൈ നീട്ടാണ്ട് നമുക്ക് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ആ പൈസയ്ക്ക് ഒരു ഭയങ്കര വിലയുണ്ട്. ആ കാശും കൊണ്ട് നമ്മൾ എന്തൊരു സാധനം മേടിച്ചാലും നേടിയെടുത്താലും അതിനൊരു ഭയങ്കരമായിട്ടുള്ള വിലയുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ടാണ് എല്ലാവരും എന്നെക്കാട്ടി എത്രയോ പ്രായമുള്ള അമ്മമാരൊക്കെയാണ് വരുന്നതെന്നറിയോ. നിങ്ങളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ. ഇന്ന് മുതൽ നമ്മുടെ അനുശ്രമോളുടെ വല്യമ്മയുണ്ട്. അനുശ്രമോളുടെ കാര്യം ഇന്ന് ആരായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അനുശ്രമോളൊക്കെ അവരൊക്കെ എല്ലാവരും ഓക്കെ ആയി വരുന്നു. കാരണം എന്നാ പറയുന്നത്, വേർപാടിൻ്റെ വേദന അങ്ങനെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മായുന്ന ഒരു സംഭവമല്ല. അതിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിൽ നിന്ന് ഇപ്പം നാളെ എനിക്ക് എന്നതാണ് നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ദൈവത്തിൻ്റെ കൈ മാത്രമേ ഉള്ളൂ. ജനിച്ചാൽ ഒരിക്കലും നമുക്ക് മരണമുണ്ട്, ഉറപ്പാണ് അല്ലേ? അപ്പം നമ്മളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തു നിന്നൊക്കെ ആരും ആയിക്കോട്ടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരെ തിരിച്ച് കിട്ടാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളത് ഉൾക്കൊണ്ട് മുമ്പോട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് ദിവസം ചേച്ചി അവിടെയായിരുന്നു. ഇന്നലെ ചേച്ചി വന്നത്. അപ്പം ഓക്കെ ആയി വരുന്നു പറഞ്ഞു. രജനിക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോയി നിന്ന് എന്നാണോ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആയതിൻ്റെയൊക്കെ അങ്ങനെയാണോ എന്നാണോ ഭയങ്കര പനിയും ചുമയും കാര്യങ്ങളും ഒക്കെയാണ്. പനി ഇച്ചിരി കുറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര ചുമയാന്ന് പറഞ്ഞു. രജനി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യാഴാഴ്ച അവരുടെ പ്രാർത്ഥനയാണ്. മരിച്ചതിൻ്റെ ഇതെല്ലാം തീരുന്ന 10 മരുന്നും അങ്ങനെ അങ്ങോട്ട് വെക്കുന്നതാണ്. അപ്പം വന്നേക്കണേ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പം പറ്റിയ നമ്മുടെ സാഹചര്യത്തിൽ അനുസരിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റായി വരുന്നു കേട്ടോ. അവരൊക്കെ അഡ്ജസ്റ്റായി വരുന്നു. ആരുണ്ടൊക്കെ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്നാ വിശേഷങ്ങൾ? ഇന്ന് ഞാനുണ്ടല്ലോ ഇപ്പം ഞാനേ നമുക്ക് ഓർമ്മ വരെ ഒന്ന് പോകണം. ഇച്ചിരി ബേക്കറിയൊക്കെ മേടിക്കാമെന്ന് എഴുതിക്കൊണ്ട്, വേറെ വലിയ ബേക്കറി ഒന്നുമില്ല, പല്ല് അങ്ങനെയൊക്കെ മേടിക്കാമെന്ന് എഴുതിക്കൊണ്ട് ഞാൻ പോയത്. എന്നാന്ന് വെച്ചാൽ 4 മണിക്ക് ഇറങ്ങി ഞാൻ ആ കയറ്റമൊക്കെ കയറി മലയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേനും എനിക്കൊരു വിശപ്പാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ചായയൊക്കെ ഇട്ട് കുളിക്കാനായിട്ട് വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് ഒരു ചൂട് ചായയും ഒരു മഞ്ഞും ഒക്കെ കൂടെ കഴിച്ചാൽ അപ്പോൾ ഒരു ഇച്ചിരി എനർജി കിട്ടും. ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ വന്ന് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാണ്ട് കയറി പോകുന്നത്. എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ലൈറ്റായിട്ട് സാലഡോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. എന്നിട്ട് അങ്ങ് കയറി പോകും. വെള്ളം വേറെ കുടിക്കും. ചോറ് ഞാൻ അങ്ങനെ അധികം കഴിക്കുന്നില്ല. ചോറ് കഴിച്ചാൽ ഒട്ടും ആ കയറ്റം കയറാൻ പറ്റത്തില്ല. അതേപോലത്തെ ഭയങ്കര കയറ്റമാണ്. വലിയവയിലാകുമ്പോൾ കുമാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണിയുണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ട് വൈകിട്ട് ഇറങ്ങി വരത്തുള്ളൂ. അല്ലെ പറ്റിയല്ലോ. അത്രയ്ക്കും ചൂടാണ്. കോൺക്രീറ്റ് കൂടെ ആയതുകൊണ്ടേ താഴേന്ന് മുകളിൽ കൂടെ ചൂടാവും. അങ്ങനെ അപ്പം ഇന്നിപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എന്നാൽ പോയി മേടിച്ചോണ്ട് വരാമെന്ന് ഓർത്ത് ഞാൻ ബോർമയിൽ പോയപ്പോഴത്തേനും ഞാൻ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. ചേട്ടായി അവിടെ ഫോൺ വെച്ചിരിക്കുന്നതിന് ഞാൻ പുറത്തുനിന്ന് വണ്ടി ഓണടി സൗണ്ട് കുറഞ്ഞു കേട്ടെ. അപ്പം ഒരു നല്ല കാഴ്ച കണ്ട. എന്നാന്നറിയോ, ഒരമ്മ മക്കളെ വിളിക്കാനായിട്ട് സ്കൂളിലത്തെ ബസ്സിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാഗ് പോലും ഇല്ലായിരുന്നു അല്ലേ? നമുക്ക് ഞങ്ങളുടെ ചില അത്യാവശ്യം നല്ല ക്യാഷുള്ള വീട്ടിലെ പിള്ളേർക്ക് മാത്രമേ ഉള്ളായിരുന്നു ബാഗും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ അങ്ങനെയല്ലല്ലേ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സെറ്റപ്പ് ബാഗുകളും അതിലെടുക്കാൻ പറ്റത്തില്ലാത്ത അത്രയും വെയിറ്റ് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഞാൻ എന്നും തൊഴിലുറപ്പിന് പോകുമ്പോൾ മോളിൽ നിന്ന് തരാൻ 2 മക്കളെ കൂടെ വരും. 2 കയ്യിലും ബാഗ്. മക്കൾ നടന്നു വരും, താഴെ വരെ ഇറക്കിക്കൊണ്ടു. അതുകൊണ്ട് എന്നെ അവൾ കൊണ്ടുപോകുന്നത് തിരിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നത് കാണവേ. പക്ഷെ ഇന്ന് ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒരു ഇഷ്ടവും തോന്നി, ഒത്തിരി മനസ്സിലും ഒരു ഇതായി കേട്ടോ. ഒരമ്മ ചെന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരുവാണേ. മോനുണ്ട്, മോളുമുണ്ട്. അമ്മയുടെ കൈ 2 കയ്യിലും ബാഗും ഉണ്ട്. കുഞ്ഞു വെച്ച്
കയ്യിലുമുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, 3 മക്കളെ കൊണ്ട് ഒരു അവാർഡ്. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷവും ഒരു മനമൊക്കെ കുളിർത്ത ഒരു കാഴ്ചയായിരുന്നു. എന്ത് കഷ്ടപ്പെട്ടാലേ അമ്മ മക്കളെ വളർത്തുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, നല്ല എന്തേലും എന്തൊക്കെ ഭാരങ്ങളാണ് ചുമക്കുന്നത്. ഞാൻ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടേ. പിന്നെ ഒരു എന്നാ പറയുന്നത്, ചെറുപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിച്ചുപൊളി പ്രായമാണ് നമ്മുടെ പേരൻസിൻ്റെ കൂടെ. ഒന്നിനെക്കുറിച്ച് ആകുലതയില്ല, ഒരു കാര്യമില്ല, ടെൻഷനും ഇല്ല. എന്നാ പറയുന്നത്, പൂമ്പാറ്റകളെ പോലൊക്കെ പറന്ന് നടക്കുന്ന ഒരു പ്രായമാണ് അല്ലേ. ഒരു 10-18 വയസ്സൊക്കെ നമുക്ക് ഒരു പ്രശ്നവും. ഒരു പ്രത്യേകിച്ച് ഒരു 10-14 വയസ്സ് വരെ ഒട്ടും ഒരു പ്രശ്നവും ടെൻഷനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. അത് കഴിഞ്ഞോ പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞാലൊക്കെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. കുതിര മാതിരി എങ്ങോട്ടാ പോകണ്ടേ, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത രീതിയിലുള്ള പോക്ക് പോകും. പക്ഷെ അതും കഴിഞ്ഞ് ഒരു 30 വയസ്സൊക്കെ ആയി കഴിഞ്ഞാലോ ഭാരമായി അല്ലേ. പിന്നെ ഉത്തരവാദിത്വം കാര്യങ്ങളും ഒക്കെ ആയി ഭാരമായി. പിന്നെ എന്താ പറയുന്നത്, കുറേ കാര്യങ്ങളിലോട്ടൊക്കെ ഉത്തരവാദിത്വമൊക്കെ ഉള്ളൊരു കുടുംബനാഥയൊക്കെ ആവും. അത് കഴിഞ്ഞൊരു 35 വയസ്സ് തുടങ്ങി അങ്ങോട്ട് ഒരു 55 വയസ്സ് വരെ കഴുതയാകും. എന്നാന്ന് വെച്ചാൽ ഈ ചുമക്കാൻ പറ്റാത്ത ചുമടായിരിക്കുകയല്ല നമ്മുടെ തലയിലോട്ട് കിട്ടുന്നത്. ഇപ്പം ഇന്ന് ആ അമ്മ അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, പക്ഷെ അവളത് മുഷിന് കാണിക്കുന്നില്ല. ബാഗിൽ നിന്ന് എടുത്തിട്ട് കുഞ്ഞു കൊച്ചിനെ എടുത്ത് പിടിച്ചോണ്ട് വരിക. അപ്പം ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ അമ്മയുടെ ഒരു ഇതുകൊണ്ടങ്ങ് ചുമന്നുകൊണ്ട് വരുമല്ലേ എന്ന് പറഞ്ഞോണക്ക് ഒരു പ്രായം ഒരു 50-55 വയസ്സ് വരെ നമ്മൾ കഴുതേ പോണക്ക് പണി ചെയ്ത് നമ്മൾ കഷ്ടപ്പാട് പിടിച്ചൊരു അത്രയും ഇതായിരിക്കും. അതിനൊരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞാലോ വീട് കാക്കുന്ന മൃഗമാകും അല്ലേ. ഏതെങ്കിലും മൂലയിലിരുന്നോണം, നമ്മൾ ഭിത്തിയെ പിടിച്ചാൽ കുഴപ്പമായി, ബാത്റൂമിൽ പോയാൽ കുഴപ്പമായി, ഫുഡ് ഇതുകൊണ്ട് വിളമ്പിയാൽ കുഴപ്പമായി, എല്ലാം കുഴപ്പമാകുന്ന ഒരു സമയമാണ് അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ കാലത്തിൻ്റെ ഒരു പോക്ക്. സത്യം പറയാൻ പ്രത്യേകിച്ച് ഒരു പരിധി വരെ കണ്ടുവരുന്നത് അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ, എന്നാ പറയുന്നത്, പ്രായമായൊരു വീട്ടിലുണ്ടെങ്കിൽ അതിപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി തീർന്നേക്കുക. അവരെ എവിടെ കൊണ്ട് തള്ളണം, എന്നാ ചെയ്യണം എന്നൊക്കെയുള്ള ഇതായി മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്നത്തെ ആ കാഴ്ച കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുക, ഇതേ ഓണക്ക് കഷ്ടപ്പെട്ടല്ലേ ഓരോരുത്തരും വളർത്തിക്കൊണ്ട് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കുളിച്ചു, നല്ല മിറ്റമൊക്കെ തൂത്തു. അത് കഴിഞ്ഞ് കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ചായയും മണ്ണുമൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കുകയാണേ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചേച്ചിക്കൂട്ടി ഒരു മെസ്സേജ് ഇട്ട് തന്നേക്കുക കേട്ടോ, നല്ലൊരു മെസ്സേജ്. അത് കണ്ടപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ് ആ വാക്കുകൾ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ അങ്ങോട്ടേ ഭയങ്കരമായിട്ട് കൊണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അതൊന്ന് കേൾപ്പിച്ച് തരാം. ഒരു 5 മിനിറ്റ് അങ്ങോട്ട് ഉള്ളു തോന്നേ. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഇത് തോന്നും. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരട്ടെ. അതോടൊക്കെ തന്നെ ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി വീഡിയോ കാണാം. ബായോ. ഞാനുണ്ടല്ലോ സത്യത്തിലേ അവിടെ നിന്ന് വന്നപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ ഞാൻ വരുന്ന ഒരു ഇൻട്രോ ആക്കി എടുക്കണമെന്ന് ഓർത്തു. പക്ഷെ അന്നേരം ഞങ്ങൾക്ക് പിന്നെ കുളിച്ചൊന്നുമില്ല. തൊഴിലുറപ്പിൻ്റെ ഇത് തന്നെ ഇന്ന് സതീശൻ ഞാൻ എന്നെ തൊഴിലുറപ്പിൻ്റെ വേഷം ഇട്ടാണോ പിന്നെ സംഘത്തിന് വരെ പോകുന്നതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം എന്ന് പറഞ്ഞവർക്ക് തൊഴിലുറപ്പിൻ്റെ ഡ്രസ്സും ഒക്കെ ആയിരുന്നുകൊണ്ടാണ് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട കുളിയൊക്കെ കഴിഞ്ഞ് ഇതായിട്ടൊക്കെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കേൾപ്പിച്ച് തരാവേ. സൗണ്ടൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് അത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തു. എത്ര കറക്റ്റാണെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. ഈ ലോകത്തെ കൊണ്ട് മൊത്തം കൈയടിപ്പിക്കണം. അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതി
ഉണ്ടായിരുന്ന സംഗതി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അമ്മയുടെ ചോരയും നീരും വലിച്ചെടുത്ത് നിങ്ങളിങ്ങനെ വളർന്നുമ്പോൾ മക്കളെ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ പാവ അമ്മ ഒന്ന് മലർത്ത് കിടന്നിട്ടില്ല, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ടില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ സ്ത്രീയുടെ വയലിങ്ങനെ ഇങ്ങനെ വളർത്തി 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 വലുതാക്കി എടുത്തപ്പോൾ ആ സ്ത്രീയുടെ 7 ലെയറും മാംസങ്ങൾ അകന്നു പോയി പൊട്ടി അവിടെ കടിയുണ്ടായി മാന്തിയ പാഴ. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഒരു ബലൂൺ വാങ്ങിക്കൊണ്ടു പോകണം. എന്നിട്ട് ആ ബലൂണിന്റെ പുറത്ത് അമ്മയെന്നോ ഉമ്മയെന്നോ അമ്മച്ചിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ വിളിക്കണ തള്ളയെന്നോ എഴുത്. എന്നിട്ട് ആ ബലൂൺ ഒന്ന് വീർപ്പിപ്പിക്കുക. കാണാൻ മക്കളെ, നിങ്ങൾ എഴുതിയ അമ്മയും ഉമ്മയും അമ്മച്ചിയും ഒക്കെ ഇങ്ങനെ അകന്നു പോയി പൊട്ടണേ. അതുപോലെ പൊട്ടിയതാ നമ്മുടെ അമ്മയുടെ വയറ്. ആ അമ്മയെയും അച്ഛനെയും പറ്റിക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവരെ പറ്റിച്ച ഒരു കാര്യം ചെയ്യാനാണ് വിചാരിക്കണേ. നന്ദി കേരള മക്കളെ. അതുകൊണ്ട് ചേർത്ത് പിടിക്കണം. അവരെ ഈ ലോകത്തിന്റെ മുമ്പിൽ എവിടെയും മുൻപോയി എത്തിക്കണം. അതിന് നിങ്ങൾക്കേ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എന്തിനാ കേൾപ്പിച്ചതെന്നറിയോ? എൻ്റെ വീഡിയോ കാണുന്ന കുറേ അധികം കൊച്ചു മക്കളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാറുമോളൊക്കെ ഇല്ലേ, ഇന്ദിരാമയുടെ. ഞാൻ വിചാരിച്ചില്ല കുഞ്ഞുങ്ങളല്ലേ വീഡിയോ ഒന്നും അങ്ങനെ കാണുന്നതൊന്നും ആയിരിക്കുമെന്ന്. സിന്ധുമ്മയുടെ റീൽസ് കാണുമല്ലോ, സിന്ധുമ്മയുടെ വീഡിയോ ഞങ്ങൾ ഇടയ്ക്ക് കാണുമല്ലോ എന്നൊക്കെ ഇന്നലെ ആ കുഞ്ഞൊക്കെ പറഞ്ഞപ്പോണ്ടല്ലോ എനിക്കും അത്ഭുതം തോന്നി. കാരണം എൻ്റെ പോലുള്ള പ്രായമുള്ളവർ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള മനുഷ്യരൊക്കെ ആയിരിക്കും കാണുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും കൊച്ചു പിള്ളേരൊന്നും 5-ലും 6-ലും ഒക്കെ, പക്ഷേ 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്നെ നേരത്തെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫോണിനകത്ത് അത്ര ആക്റ്റീവ് അല്ലല്ലോ. എനിക്ക് എല്ലാം കൂടെ അങ്ങ് പറ്റാത്തതുകൊണ്ട് യൂട്യൂബിൻ്റെ ഫോണിനകത്ത് അങ്ങനെ ആക്റ്റീവ് അല്ല. അതിന് മുമ്പൊക്കെ ആണെങ്കിൽ സിന്ധുമ്മ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10ൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ലെങ്കിലും 2-3 പിള്ളേർ സ്ഥിരമായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3-4 പിള്ളേരുടെ പേര് ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എറണാകുളത്തുനിന്ന്, കണ്ണൂരിൽ നിന്ന് വിളിക്കുന്ന ഒരു കോച്ചുണ്ടായിരുന്നു. നമ്മളൊക്കെ സ്ഥിരം സിന്ധുമേ ഇന്ന് എനിക്ക് എക്സാമാണ്, ഞാൻ എക്സാമിന് പോവുകയാണെങ്കിൽ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്നറിയോ, ഇന്നത്തെ എൻ്റെ കാഴ്ച അമ്മ മക്കളെയും 3 എണ്ണത്തിനെയും ചേർത്ത് പിടിച്ച് 2 ബാഗും ചുമന്നൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത ഒരു കാര്യമുണ്ട്. എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ മക്കളെ നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും നിങ്ങളെ ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മളാരും ഉണ്ടാകുമ്പം നമ്മളിപ്പോഴത്തെ ഈ ഇരിക്കുന്ന പോണക്ക് അത്രയും വലിപ്പത്തിലൊന്നുമല്ല മക്കളെ ഉണ്ടാകുന്നത്. നമ്മൾ കുഞ്ഞു വാവകളായിട്ടാണ് ഉണ്ടാകുന്നത്. കുഞ്ഞു വാവകളെന്ന് വെച്ചാൽ സാറ് പറഞ്ഞ കേട്ടോ, ഒരു മുട്ടുസൂചിയുടെ ഒരു അംശത്തിൻ്റെ അത്രേ ഉള്ളൂ ഒരമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന സമയത്ത്. അത് വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആക്കി എടുത്തു കഴിയുമ്പോൾ മക്കൾ തിരിഞ്ഞു നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി കേൾക്കുന്നുണ്ട്. ലഹരിക്ക് അടിമയായിട്ടും സ്കൂളിൽ നിന്നും ഒക്കെ വിളിപ്പിച്ച്. ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയോ പിടിയോ വഴക്കോ, അതും പെൺപിള്ളേരൊന്നും അങ്ങനത്തെ ഒരു കേസിനകത്ത് ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഇല്ല. ഈ ചെറുക്കൻ പിള്ളേരൊക്കെ ഇച്ചിരി മുതിർന്ന പിള്ളേരൊക്കെ ചിലപ്പോൾ അടിയോ പിടിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ക്രിക്കറ്റ് കളിക്കുക അല്ല നമ്മുടെ ഡ്രില്ല് സമയത്തൊക്കെ ആണെങ്കിലും പോകുമ്പോൾ ഒരു കളിയും കാര്യങ്ങളും ഒക്കെ വെച്ച് വല്ലപ്പോഴും ഒരു വഴക്കും കാര്യങ്ങളും ഉള്ളായിരുന്നു നമ്മുടെയൊക്കെ സ്കൂളുകളിൽ. ശരിയല്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ഡ്രില്ല് സാറും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്ററും ഒക്കെ അവന്മാരെ ഓഫീസിൻ്റെ ഫ്രണ്ടിലൊക്കെ നിർത്തി കുണ്ടിക്കെട്ട് നോക്കി 2 എണ്ണം ചൂരിൽ വെച്ച് കൊടുക്കും. പിന്നെ ആ പ്രശ്നം അതോടുകൂടി കഴിയും. അന്നൊക്കെ ടീച്ചർമാർക്കും സാറുമാർക്കും അടിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടിക്കാനുള്ള പെർമിഷനില്ല. എന്നാ പറയുന്നത്, നേരെ നോക്കി രൂക്ഷമായിട്ട് ദേഷ്യപ്പെടുന്നത് നോക്കാൻ പോലും ഉള്ള അവകാശം ഇല്ലാത്ത ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനെക്കാട്ടിയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഇതായി. നമ്മളൊന്നും പഠിച്ചപ്പോഴത്തെ ഒരു സ്റ്റേജ് അല്ല മക്കളെ. ഇപ്പം നിങ്ങളൊക്കെ ആയപ്പോഴത്തേനും കമ്പ്യൂട്ടർ യുഗമായി. ഇപ്പോൾ ഈ നിസ്സാരം ഈ ഫോണിനകത്ത് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനെക്കാട്ടി ഉപരി ഒത്തിരി നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ മരണത്തിൽ വരെ എത്തിക്കുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ നല്ലത് മാത്രം ചൂസ് ചെയ്യുക, അല്ലാത്തതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുക. ഇന്നിപ്പോൾ ഇത്രയും പറയാൻ കാര്യം എന്നാണെന്നറിയോ, എനിക്കറിയാം ഇപ്പം ഈ ഓരോ സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ എവിടെയാണ് എന്നാന്ന് പറഞ്ഞില്ല, ഇന്ന് സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചേക്കുക, സ്കൂളിൽ പോകണം, അതുകൊണ്ട് ഞാൻ ഇന്നിനി വരുന്നില്ല, അല്ലെ ഇന്ന് എനിക്ക് അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ പറച്ചിലിൽ ആ അമ്മമാരുടെ മുഖത്ത് വരുന്ന ഒരു വിഷമമുണ്ട്, ഒരു വേദനയുണ്ട് മക്കളെ. നിങ്ങളെ നേഴ്സറിയിലൊക്കെ കൊണ്ടുവിടുമ്പം നിങ്ങളിപ്പം നിസ്സാരം കിങ്ങിണി മോൾ കണ്ടോ കരയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടിനും വിഷമം. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ് കേട്ടോ. എല്ലാ അച്ഛനമ്മമാരും മക്കൾ ഇരിക്കുകയില്ല ആദ്യം കൊണ്ട് സ്കൂളിലൊക്കെ വിടുമ്പം. അങ്ങനെ പാടുവിട്ടൊക്കെ എന്തേരം ത്യാഗം
ത്യാഗം സഹിച്ചാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം നിങ്ങൾ പോയി ലഹരിയൊക്കെ എവിടുന്നേലും സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ ലഹരിയും കാര്യങ്ങളും ഒക്കെ. ഉപ്പുതറ സ്കൂളെന്ന് പറഞ്ഞാൽ നമ്പർ 1 സ്കൂളായിരുന്നു. കാരണം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഓരോ അത്രയും ഉയർന്ന പദവി വരെ ഈ സ്കൂളിൽ പഠിച്ച കുഞ്ഞുങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് മക്കളെ. അത് പോയിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ എന്നാന്ന് അത്രയും ഈ ചേട്ടാ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പറയണേ, എടി നമ്മുടെ സിറ്റി തുടങ്ങി നമ്മുടെ സന്തോഷിൻ്റെ കടയുടെ അവിടെ തുടങ്ങി മുകളിലോട്ട് ഒരു ചെറിയ റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡാണ്. ആ റോഡിൻ്റെ വഴികളിലെല്ലാം പല സ്ഥലങ്ങളിൽ സാറുമാർ നിൽക്കുകയാണ്. പിള്ളേരുടെയൊക്കെ അത്രയ്ക്കും ഇത് കാരണം, പേടി കാരണം. കഴിഞ്ഞ പ്രാവശ്യം സാർ അടിച്ചെന്നും പറഞ്ഞുകൊണ്ടൊക്കെയോ വീടി വരച്ചതിന് വഴക്ക് പറഞ്ഞെന്നോ എന്തോ, എന്തായാലും ആ കുഞ്ഞ് സൂയിസൈഡ് ചെയ്തു. അന്ന് പറഞ്ഞ പോണൊക്കെ ഭയങ്കര ഒരു ഇതിലാണ് ഇപ്പം നമ്മുടെ സ്കൂൾ കുട്ടികൾ. പ്രത്യേകിച്ച് ഒരു 10 വയസ്സ് കഴിഞ്ഞ് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം വഴി തെറ്റിപ്പൊക്കൊണ്ടിരിക്കുക മക്കളെ. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തിയെന്നറിയാമോ. ശരിക്കും ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു പേരൻസ് തന്നെ പോകുന്നു. ഇന്ന് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇനി എന്നായിരിക്കും അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് നടത്തില്ല, ഇതുങ്ങളെയൊക്കെ കൊണ്ട് തോറ്റു, പണ്ടത്തെ കാലമല്ല എന്നൊക്കെ പറഞ്ഞ് ചങ്ക് പൊട്ടി ആ അമ്മ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം കാരണം പറയാതെ ഇവിടുന്ന് മാറാനും പറ്റത്തില്ല. അപ്പം എവിടെ പോവാന്ന് ചോദിക്കുകയല്ലേ, എവിടെയെങ്കിലും പണിക്കൊക്കെ വന്നു കഴിയുമ്പോൾ ചോദിക്കും ഉറപ്പായിട്ടും. അപ്പം ഇന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊഴിലുറപ്പിൽ ഒരു അമ്മയുണ്ട്. ആ മോക്കൊരു 10-13 വയസ്സ് കാണുമായിരിക്കും കേട്ടോ, 6-7 ആയിരിക്കും പഠിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ആ അമ്മയുണ്ടല്ലോ തല്ലി അലച്ച് പണി തീർത്തിട്ട് ഓടുക. എന്തിനാണെന്നറിയോ, കൊച്ചവിടെയെങ്ങാണ്ട് സിറ്റിയിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടെയെങ്ങാണ്ട് ഒരിടത്ത് നിൽക്കും. അവിടുന്ന് പോയി വിളിച്ചുകൊണ്ട് വരിക, തന്നെ വിടാൻ പേടിയായിട്ട്. ഒന്ന് ഓർത്ത് നോക്കി. എന്നിട്ട് ഈ ബാഗും ചുമന്നുകൊണ്ട് വരും. ഉച്ചയ്ക്കൊക്കെ പരീക്ഷയുടെ സമയത്തൊക്കെ ഞാൻ കണ്ടേ. കഴിഞ്ഞ പ്രാവശ്യമാണേലും തൊഴിലുറപ്പിൻ്റെ സമയത്താണെങ്കിലും ഞാൻ കണ്ടു. എക്സാമിൻ്റെ സമയത്ത് നട്ടക്കാട്ട് ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ പണി കയറും. ആ സമയത്ത് ഷർട്ടും ഇതൊക്കെ ഇട്ടല്ലേ നമ്മൾ പണിയുന്നത്. ആ അടുത്തുള്ള വീട്ടിൽ നമ്മൾ എവിടെയാണോ ഏത് പറമ്പിലാണോ ചെയ്യുന്നത് ആ അടുത്ത വീട്ടിൽ കയറി ഡ്രസ്സും മാറി തല്ലി അലച്ച് പോയി കുഞ്ഞിനെ കൊണ്ടുവരാൻ. ഒന്ന് ഓർത്ത് നോക്കിയ ഒരമ്മയുടെ മനസ്സ്, അമ്മയുടെ ആ എന്നാ പറയുന്നത്, നിങ്ങളോട് ചേർത്ത് വെക്കുന്ന ആ കരുതൽ, അതിനൊക്കെ പകരമായിട്ട് എൻ്റെ മക്കളെ നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും ഒന്നും ആവത്തില്ല, ഒന്നും. ആ സമയത്ത് നിങ്ങൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ കുഞ്ഞു മക്കളോടൊക്കെ, നിങ്ങൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വന്ന് അമ്മയോടും അച്ഛനോടും പറയുക. ഇനിയിപ്പോൾ പോട്ടെ, അച്ഛനോട് പറയാൻ മടിയാണെങ്കിലും അമ്മയോട് പറയുക. അത് ബാഡ് ടച്ച് ആയിക്കോട്ടെ നല്ല ടച്ച് ആയിക്കോട്ടെ. ഇപ്പം നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ചു, അല്ലെ നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചു, നല്ല രീതിയിലുള്ള സ്പർശനം നമുക്കറിയത്തില്ലേ, ചീത്ത രീതിയിലുള്ളത് നമുക്കറിയത്തില്ല. അപ്പം നമ്മളത് മനസ്സിലാക്കി നമ്മളോട് ആരും മോശമായിട്ടുള്ള രീതിയിൽ ഇതാകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് പെൺമക്കൾ നമ്മളാണ് നമ്മുടെ സൂക്ഷിക്കേണ്ടത്. ഇത് പറയാനും ഇപ്പോൾ ഒരു കാരണമുണ്ട്. ഉപ്പുതറയെന്നല്ല, ഉപ്പുതറയെന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പുതറ അല്ല, വേറെ ഒരു സ്ഥലത്താണ്, കട്ടപ്പനയാണ്, ആ ഒരു ഏരിയയാണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. 14 വയസ്സും 16 വയസ്സും അങ്ങോട്ടുള്ള 14 വയസ്സും അത്രേ ഉള്ളൂ, ആ ഏജ് കണ്ട് പെൺകുച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ പെൺകുട്ടി പ്രസവിച്ചു. എന്നാ ഫ്രണ്ട്സാ, രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളുമാണ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഞാൻ അപ്പോൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളേ, ഈ അമ്മമാർക്ക് ഒരു ബോധവുമില്ലേ. എന്നാന്ന് വെച്ചാൽ നമുക്ക് പെൺപിള്ളേർക്ക് പീരീഡ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഓരോ മാസവും ഇതാകുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കെയർ ചെയ്യണ്ടേ, നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. എനിക്ക് അത്ഭുതമാണ് തോന്നിപ്പോകുന്നത് ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടായി എന്നതാണെന്നൊക്കെ ഓർക്കുമ്പോൾ. സത്യം ഞാൻ പറയാം, സത്യം അത്ഭുതം തോന്നുവാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പം ഈ തൊഴിലുറപ്പിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണേലും ന്യൂസും ഒരാളാണ് കോമഡി വെച്ചുകൊണ്ടിരിക്കും. ഇത് കഴിയുമ്പോൾ കേട്ടോ, നമ്മുടെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഒരാൾ ചിലപ്പോൾ കോമഡി കാണും, ചിലവർ ന്യൂസ് മാത്രം കാണും. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ. ഞങ്ങൾ ഈ 10-15 ഒരു പറമ്പിൽ 10 പേരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളിത് ഇങ്ങനെ ചർച്ച ചെയ്യുക. അപ്പോൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴല്ലോ ഭയങ്കര ഹൃദയത്തിനകത്തൊരു ഇടിപ്പാണ് മക്കളെ. ഇത് എന്നതാ കാട്ടിക്കൂട്ടുന്നത്, ഈ ലോകത്തിന് എങ്ങോട്ടാണ് പോകുന്നത്. ആ സാറ് പറഞ്ഞ കാര്യങ്ങൾ എത്ര കറക്റ്റാണെന്ന് അറിയാമോ. സത്യം
സത്യമാണ് മക്കളെ ആ സാറ് പറഞ്ഞത്. നിങ്ങൾ കാരണം നിങ്ങളുടെ അച്ഛനമ്മമാർ വേറെ ഒരു സ്ഥലത്ത് പോയി മറ്റു മേലുദ്യോഗസ്ഥരെയോ സാറുമാരെയൊക്കെ കാലെ കെട്ടിപ്പിടിച്ച് കരയാനുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് മക്കളെ. സത്യം പറഞ്ഞാൽ അതൊക്കെ വലിയൊരു തീർത്താലും തീരാത്ത ഒരു വേദനയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രായം ഞങ്ങളെപ്പോഴൊക്കെ ആകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ എൻ്റെ ഈ കുഞ്ഞു പിള്ളേർ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളാണല്ലോ ആൺകുട്ടികളാണല്ലോ മോശമായിട്ടുള്ള ഒരു രീതിയിലും ആരെയും ടച്ച് ചെയ്യാൻ പോലും നമ്മൾ സമ്മതിക്കരുത് മക്കളെ. സ്നേഹവും കൂട്ടും ഒക്കെ വേണം, എല്ലാം നല്ലതാണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആരെന്തൊരു സാധനം തന്നാലും അതൊക്കെ മേടിച്ച് കഴിക്കാനോ അല്ല ഇത് കഴിക്കുമ്പോൾ നല്ലതാടാ അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും മേടിച്ച് ഉപയോഗിക്കരുത് കുഞ്ഞുങ്ങളെ. നമ്മളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തും ആൾക്കാർ കാണും, പക്ഷെ നമ്മൾ നശിക്കാൻ പാടില്ല. കാരണം നമ്മളെ കഷ്ടപ്പെട്ട് നമ്മുടെ കണ്ണിലോട്ട് നോക്കിയിരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മമാരുമാണ് അല്ലേ? കണ്ടോ കഴിഞ്ഞ ദിവസം ലഹരിക്ക് അടിമയായിട്ടല്ലേ സ്വന്തം അച്ഛനെയും അമ്മേനെയും തീ കത്തിച്ച് കൊന്നു. കണ്ടോ, പച്ചയ്ക്ക് പെറുക്കി തീ കത്തിച്ച് സ്വന്തം അച്ഛനെയും അമ്മേനെയും കൊന്നു. എന്തൊരു മാനസിക അവസ്ഥയായിട്ടാന്ന് നോക്കി, എത്ര ദുഷ്ട മനസ്സായിട്ടാന്ന് നോക്കി. എന്നാ ഇനി എൻ്റെ ജീവിതം കത്തിക്കരിഞ്ഞ് കിടന്നു അച്ഛൻ്റെ അമ്മയുടെ ശരീരങ്ങൾ. എവിടെ പോയി നിൽക്കും? ലാസ്റ്റ് പറയും മാനസിക രോഗിയാണ്, വട്ട. സ്വന്തം അമ്മാവൻ പെങ്ങളുടെ കുഞ്ഞിനെ കൊന്നു, 2.5 വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടായിരുന്നോ? എത്ര എളിമത്! എങ്ങനെ തോന്നും? ലാസ്റ്റ് അവന് വട്ട. ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും വട്ടിൻ്റെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ ശിക്ഷയില്ലാത്തതിൻ്റെ കുഴപ്പമായത് മുഴുവൻ. സത്യം ചെയ്യേണ്ട ശിക്ഷ അപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ കണ്ടോ വർക്കലയിൽ ഒരമ്മേനെയും അച്ഛനെയും 2 പേരും രോഗികളാണ്. മകള് ഗേറ്റ് അടച്ചു പൂട്ടി പുറത്താക്കിയിട്ടു. നാട്ടുകാരെല്ലാം കൂടെ നോക്കി കയറ്റിയത് കണ്ടോ? ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്രമാത്രം ഭീതി തോന്നിയിട്ട് അത്രമാത്രം ഇത് കണ്ടിട്ടാണ് മക്കളെ ഞാനിത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന പൊന്നുമക്കളൊക്കെ അച്ഛനെയും അമ്മേനെയും ബഹുമാനിച്ച് സ്നേഹിച്ച് കൂടെ ചേർത്ത് പിടിക്കുന്ന മക്കളാണ്. പെൺകുഞ്ഞുങ്ങളാണേലും പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. പെൺകുഞ്ഞുങ്ങൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ, അന്നന്ന് സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, അന്നന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാം വന്ന് നമ്മുടെ അമ്മയോട് പറയണം. ഉറപ്പായിട്ടും പറയണം മക്കളെ. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ആ ചായയും മഞ്ഞും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സാറിൻ്റെ ഇത് കണ്ടത് കേട്ടോ. അപ്പോൾ സത്യം ഞാൻ ഓർത്തു പോയി, ദൈവമേ എന്തുമാത്രം ഓരോ അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് മക്കൾ എന്താ അതിൻ്റെ ഒന്നും വില മനസ്സിലാക്കാത്തെ? നിങ്ങൾ ആരും ജനിച്ചപ്പോൾ ഇത്രയായിട്ട് വന്നിട്ടില്ല. ഒരു പരിധി വരെ ഒരു 10-18 വയസ്സ് 20 വയസ്സ് വരെയെങ്കിലും ഒരു അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിലാണ് സത്യം പറഞ്ഞാൽ എല്ലാ മക്കളും വളരുന്നത്. നമുക്ക് പറയാം നമ്മൾ അങ്ങനെ വളർന്നിട്ടില്ല ഇങ്ങനെ വളർന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ എനിക്ക് പിന്നെ എന്നെ കുഞ്ഞിലെ പണിക്ക് വിട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചില്ലേ ഇങ്ങനെ ജീവിച്ചില്ലേ. പക്ഷേ അവർ ചെയ്ത അത്രയും കഷ്ടപ്പാട് ജീവിതത്തിൽ ഈ ലോകത്ത് ആരും ചെയ്തിട്ടില്ല. സത്യം അത്. എൻ്റെ അമ്മേനെയൊക്കെ സ്തുതിക്കണം. എന്താണെന്ന് വെച്ചാൽ 8 മക്കളെയും ഒരേ ചെറുടയിൽ കഷ്ടപ്പെട്ട് പാടുപെട്ട് കൂലിപ്പണി ചെയ്ത് വളർത്തിയ ഒരു അമ്മയുടെ മകളാണ് ഞാൻ. അഭിമാനം തോന്നി ചില സമയത്ത്. ഇന്നിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ 3-4 ദിവസമായിട്ട് ഫോൺ വിളിച്ചില്ല ഈ തൊഴിലുറപ്പിന് പോക്കും കാര്യങ്ങളും. പിന്നെ എനിക്കറിയാം കൂട്ടാരോടെ സന്തോഷത്തോടെയൊക്കെ ആയിട്ട് അമ്മ ഹാപ്പി ആയിട്ടിരിക്കുക. വല്ല എന്തെങ്കിലും വയ്യാഴിക കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ആരാണെങ്കിലും എന്നെ വിളിക്കുമ്പോൾ പറയും. അപ്പം ഞാൻ വിളിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അമ്മ താഴെ വീട്ടിലാണെങ്കിൽ അവിടെ റേഞ്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വൈകിട്ട് വന്നിട്ട് എൻ്റെ ഈ വീഡിയോയുടെ ഇതിൻ്റെ എല്ലാം കൊണ്ട് 3-4 ദിവസമായിട്ട് ഞാൻ വിളിച്ചില്ല. ഇന്നിപ്പം വീഡിയോ കോൾ വിളിച്ചിരിക്കുക മക്കളെ. നീ എന്നെ അടുക്കുക, നീ എന്നെ വിളിക്കാത്ത, നീ എന്നെ കയറി വരാത്തെ, അതൊക്കെ ചോദിക്കാൻ ജീവനോടെ നമ്മുടെ അമ്മയുള്ളപ്പോഴല്ലേ പറ്റത്തുള്ളൂ, അച്ഛനുള്ളപ്പോഴല്ലേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ നീ എന്നെ അവിടെ ചെയ്തുകൊണ്ട് നടക്കുന്നത്, ഞാൻ വീഡിയോ അവിടെ ഫോൺ ഇതാക്കി വെച്ചിട്ട് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നീ എന്നെ എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സാധനമൊക്കെ ഉണ്ടാക്കുക. ആണോ? എൻ്റെ ചെറുക്കൻ പോയി കഷ്ടപ്പെട്ട് എല്ലാം മേടിച്ചുകൊണ്ട് തരുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട്. അന്നേരം പറയാം നോക്കട്ടെ, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുന്നുണ്ടേ, നോക്കട്ടെ ഞാൻ വ്യാഴാഴ്ച ചിലപ്പോഴാണേ വരാമെന്ന്. എൻ്റെ മക്കളെ, അമ്മമാരും അപ്പന്മാരും ഉള്ളപ്പോൾ നമുക്ക് അവരുടെ വില അറിയത്തില്ല, പക്ഷേ അവരില്ലാതാകണം, അപ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒറ്റ ഒരു കാര്യമുള്ളൂ, എൻ്റെ വീഡിയോ കാണുന്ന പൊന്നു മക്കളോട് എല്ലാവരോടും പറയാൻ, ഈ ലോകത്തിൽ കൺകണ്ട ദൈവമാണ് അമ്മ. അതുകൊണ്ട് അമ്മയോടും അച്ഛനോടും എന്തൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, പറയണം. അവരോട് കൂട്ടുകാരെ പോലെ ആവണം.
അതുകൊണ്ടൊക്കെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് 24 മണിക്കൂറും എടുത്ത് ഫോൺ വെച്ച് ഇൻസ്റ്റാഗ്രാമും അതും ഇതും ഈ ഫോണിൽ കൂടെയാണ് ഒരു പരിധി വരെ പിള്ളേരൊക്കെ നശിച്ചു പോകുന്നത്. അപ്പം അങ്ങനൊന്നും ചെയ്യാണ്ട് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിലൊന്നും ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും മണ്ണെണ്ണ വിളക്കാണ്, അന്ന് കറണ്ട് പോലും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞാൽ എല്ലാത്തിനും സുഖ സൗകര്യങ്ങൾ കൂടിപ്പോയി മക്കളെ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ. അതിനല്ല നിങ്ങൾക്ക് ആർക്കും പണി കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കെന്നൊക്കെ പറഞ്ഞാൽ പശുവുണ്ട്, ആടുണ്ട്, മുയലുണ്ട്. ഇതിനൊക്കെ വന്നു കഴിഞ്ഞതിന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം തീറ്റ ഉണ്ടാക്കണം, വെള്ളം ചുമന്ന് കൊണ്ടുവരണം. അങ്ങനെ ഇഷ്ടം പോലെ പണികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയമില്ല. ഇതിന്ന് അതാണോ വരുന്നു അമ്മയും അച്ഛനും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. ഇനി പോട്ടെ, രാവിലത്തെ ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിൽ അതെൻ്റെ കുഞ്ഞുങ്ങൾ തിനിയല്ല, പോട്ടെ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് വെച്ചേക്കാം. അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് വെച്ച് തരുന്നു. നിങ്ങൾ വരുന്നു, കഴിക്കുന്നു, കുളിക്കുന്നു. നിങ്ങൾ പഠിക്കാനുണ്ട് അമ്മയെന്ന് പറഞ്ഞ് റൂമിലോട്ട് കയറുന്നു ഫോണുമായിട്ടാണ്. മിക്ക കുഞ്ഞുങ്ങളും ഫോണുമായിട്ടല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടു. എന്ത് ചെയ്താൽ വന്നു കഴിച്ചു, കൊച്ചു റൂമിൽ കയറുക, പഠിക്കുവോ ലാസ്റ്റ് PTAക്ക് ചെന്നപ്പോൾ എന്നാ മാർക്കില്ല. അപ്പോൾ ഈ അമ്മ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ കാണിച്ചുകൊണ്ടിരിക്കുന്നതറിയോ, പഠിക്കാൻ കയറുന്നു, റൂമിൻ്റെ കുറ്റി ഇടുന്നു. പണ്ടൊക്കെ റൂമിന് കഥകളില്ല, അപ്പോൾ കുറ്റിയില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പം നിങ്ങൾക്ക് സർവ്വസ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ കുഴപ്പം. അപ്പോൾ അമ്മ ചെന്ന് നോക്കിയപ്പോൾ എന്നാ ഫോണിൻ്റെ വെട്ടം കമ്പിളിക്കിടയിൽ കൂടെ കാണാം. പഠിക്കുക അമ്മയെന്നാണ് പറയുന്നത്. എന്നിട്ട് അമ്മ എന്നാ ചെയ്തു, ഇവൻ കയറുന്ന കഥ അടച്ചു വെക്കുക. അതുകൊണ്ട് അമ്മ ഇവനെ അറിയാണ്ട് ഒരു ജനലിൻ്റെ കുറ്റി എടുത്ത് വെച്ചിരുന്നു പകലെ, എന്നിട്ട് ചേർത്തടച്ചു വെച്ചു. എന്നിട്ട് ജനലിൽ കൂടെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ്. മനസ്സിലായോ? അപ്പം ഒരു പരിധി വരെ ഫോണൊക്കെ നമ്മൾ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക, ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കുക. ഇപ്പം ഈ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഓൺലൈൻ ക്ലാസ്, നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോഴത്തേനും അതൊരു പരിധി വരെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരു ഇതായിപ്പോയി. കാരണം നമ്മുടെ ഇവിടെ തന്നെ 2-3 കുഞ്ഞുങ്ങളാണ് 10-15 വയസ്സായ ചെറുക്കൻ പിള്ളേർ 2-3 ഈ പരപ്പിനക്കരെ തന്നെ മരിച്ചു നിൽക്കുന്നത്. നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ഞാൻ അറിയേണ്ട അവരുടെ വീട്ടുപേർ പറഞ്ഞു, അതാ ഞാൻ കട്ടാക്കിയത്. അല്ല, നല്ല എനിക്കറിയാവുന്ന കുഞ്ഞായിരുന്നു. ഞാൻ കടയിലൊക്കെ നിന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, ആ കുഞ്ഞ് ഏത് സമയം വന്ന് തുണി മെടുക്കുകയും പിറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നല്ലൊരു പൊന്നു മോനായിരുന്നു. ഇവിടെ മരിച്ചത് 1 വർഷമായിരുന്നു ഇപ്പം. അതാ ഞാൻ 1 വർഷം 1.5 വർഷമായിരുന്നു തോന്നുന്നു. എല്ലാം ഈ ഫോൺ കൂടുതൽ യൂസ് ചെയ്തതിൻ്റെയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാ മക്കളോടും നമ്മുടെ വീഡിയോ കാണുന്ന കുഞ്ഞുമക്കളോടൊക്കെ ഒരു അപേക്ഷയേ ഉള്ളൂ. നിങ്ങൾ ഫോണൊക്കെ ഒത്തിരി മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പനെ അമ്മേനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, കൂടപ്പുറപ്പുകളെ സ്നേഹിക്കുക, കൂട്ടുകാരെയൊക്കെ സ്നേഹിച്ചോ. പിന്നെ ഇതിനെക്കാട്ടി എല്ലാം ഉപരി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇപ്പം ഇല്ല നിലവിൽ, അല്ലേ? നമുക്ക് അതിനൊന്നും സമയമില്ല. ഈ ഫോണിനകത്ത് എത്ര പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് നോക്കണം, ഇൻസ്റ്റാഗ്രാം നോക്കണം, ഫേസ്ബുക്ക് നോക്കണം. അങ്ങനെ കുറേ നമുക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒന്നും അല്ല മക്കളെ. സന്ധ്യാസമയമായാലും ഹിന്ദു കുഞ്ഞുങ്ങളാണെങ്കിൽ വിളക്ക് കത്തിച്ച് അമ്മമാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ടൈമാണെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതല്ലെങ്കിൽ നമ്മുടെ റൂമിലിരുന്നാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അടുക്കള പോയിരുന്നാണെങ്കിലും നമ്മൾ സന്ധ്യാസമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക. അപ്പോൾ തന്നെ ക്രിസ്ത്യൻസ് കുഞ്ഞുങ്ങളാണെങ്കിലും മുസ്ലിംസ് കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഇല്ലേ, നിസ്കാരവും കുരിശു വരയ്ക്കുകയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മുടങ്ങാതെ ചെയ്യണം മക്കളെ. പണ്ടത്തെ ഒരു എന്നാ പറയുക, ഒരുമയും സ്വരുമയും ഐക്യവും സ്നേഹവും സമാധാനവും ഒക്കെ നിങ്ങളെക്കൊണ്ട് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ മക്കളെ. അങ്ങനെയൊക്കെ നോക്കിയാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന പൊന്നുമക്കളൊക്കെ അങ്ങനെ ആവണം കേട്ടോ. ഒരു അപേക്ഷയായിട്ട് സിന്ധുമ്മ പറയാണ്. ഒത്തിരി പിള്ളേർ കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഇന്നാണേലും പാർമോള് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അങ്ങോട്ട് കയറിപ്പോവാം. അപ്പം സിന്ധുമ്മ എൻ്റെ വീഡിയോ ഇട്ടോ, ഞാൻ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും അങ്ങനെ നല്ല മക്കളായിട്ട് വളരുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി കേട്ടോ. സാറിൻ്റെ ക്ലാസ് കൂടെ കറക്റ്റ് സമയത്ത് കേട്ടപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടത്തിലുണ്ടല്ലോ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എഴുതണം. മക്കൾ വായിക്കും. മക്കൾ വായിച്ചില്ലേ മക്കളെ അമ്മയും അച്ഛന്മാരും വായിക്കും. അപ്പം പോരായ്മകളൊക്കെ അതിൽ നിന്ന് കുറച്ചൊക്കെ മനസ്സിലാവും. എന്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ മക്കൾ ഒരു പരിധി വരെ വഴി പഴിച്ച് പോകുന്നത് എവിടെയാണെന്ന് പേരൻസിനാണെങ്കിലും ശ്രദ്ധിക്കാനുള്ള ഒരു ഇത് കൊടുക്കുക. കാരണം കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇങ്ങനെ ആവുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു മനസ്സിന് വിഷമമല്ല. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ നല്ല നിർദ്ദേശങ്ങളായിരിക്കണം. നല്ല കമൻറ്റ് ഇടാനായിട്ട് ഒന്ന് ശ്രമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.